മക്കളെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ സേ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ. 23-ാം തീയതി വരുന്ന തിങ്കളാഴ്ച നമുക്ക് എക്സാം ആണ്. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ചിലരൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ചിലർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ഒക്കെ ഒന്ന് പോകുന്നുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് എസ്സേ ആൻഡ് എസ്സേ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. രണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സോ മിസ് ചെയ്യരുത്. എസ്സേ ഷോർട്ട് എസ്സേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കോളം നമുക്ക് നേടാൻ പറ്റും. സോ എസ്സേ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ് ചെയ്യാണ്ട് പഠിച്ചിട്ട് തന്നെ പോവാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതായത് ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ എന്റർപ്രൈസ്. വർക്കിംഗ് ക്യാപിറ്റലിനെ നിശ്ചയിക്കുന്ന, എത്ര വേണമെന്ന് നിശ്ചയിക്കുന്ന 5 ഫാക്ടേഴ്സ് കൂടി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? യെസ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഡേ ടു ഡേ നടന്നു പോകണമെങ്കിൽ കുറച്ച് ഫണ്ട് ആവശ്യമാണ് അല്ലെ. നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ടായിരിക്കും? നമുക്ക് റെന്റ് കൊടുക്കേണ്ടതുണ്ടായിരിക്കും, സാലറി കൊടുക്കേണ്ടതുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അത്തരത്തിലുള്ള ഒരുപാട് എമൗണ്ട് നമുക്ക് ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. സോ ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോവുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ലൈൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ എന്റർപ്രൈസ്. നമ്മുടെ എന്റർപ്രൈസ്, നമ്മുടെ ബിസിനസ് ഡെയിലി നടന്നു പോകണമെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന ആ ഒരു ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? 5 ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് പറയാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും 5 ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ ആണ് മക്കളെ, നേച്ചർ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ബേസിക് നേച്ചർ ഓഫ് ബിസിനസ് അല്ലെ. അതായത് ഏത് തരം ബിസിനസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ടെക്സ്റ്റൈൽ ബിസിനസ് ആണോ, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ബിസിനസ് ആണോ, ട്രേഡിംഗ് കൺസേൺ ആണോ, ഏതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു ടൈപ്പ് എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യകത കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു ഇൻഡസ്ട്രി പോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ റൺ ചെയ്യണമെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണ്ടി വരും. നമ്മൾ ചെറിയൊരു കട, ചെറിയൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ ചെറിയൊരു കടയാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എമൗണ്ട് മാത്രം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കണ്ടുവച്ചാൽ മതി. സോ നമ്മുടെ ബിസിനസ് ഏത് നേച്ചർ ആണ് എന്നുള്ളതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ ഫാക്ടർ. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ എന്താണ്, ലാർജ് സ്കെയിൽ, അതായത് വലിയൊരു ബിസിനസ് നമുക്ക് കൊണ്ടു നടക്കാം, അതല്ലെങ്കിൽ വളരെ സ്മോൾ ഒരു ബിസിനസ് കൊണ്ടു നടക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ ഒരു ബിസിനസ് നമുക്ക് കൊണ്ടു നടക്കാം. സോ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, നമ്മുടെ വലിയൊരു ബിസിനസ് ആണെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു തുക നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ആവശ്യമായിട്ട് വരും. അതല്ല ചെറിയൊരു എമൗണ്ട് ആവശ്യം, ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കണ്ടുവച്ചാൽ മതി. സോ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് മാറി മറിഞ്ഞിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് മക്കളെ, ബിസിനസ് സൈക്കിൾ. നമുക്കറിയാം ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ബിസിനസിന് ചിലപ്പോൾ കയറ്റങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇറക്കം ഉണ്ടായിരിക്കും, ഇല്ല ഇങ്ങനെ പോകും. അതായത് ബൂമ്, റിസഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസസ് ഉണ്ട് ബിസിനസ് സൈക്കിളിന്. അതിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ബൂം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്താണ്, ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കും, മാർക്കറ്റ് വളരെ ഓൺ ആയിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ബൂം എന്ന് പറയുന്ന ആ ഒരു പീരീഡ്. സോ ആ ഒരു പീരീഡിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പീരീഡില് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമാണ്. അതല്ല റിസഷൻ സൈക്കിൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ എന്നുണ്ടെങ്കിൽ അവിടെ ആക്ടിവിറ്റീസ് കുറയും, കച്ചവടം കുറവായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം, മാർക്കറ്റിലെ ആക്ടിവിറ്റീസ് ഒന്നും ഒരുപാട് നടക്കുന്നുണ്ടായിരിക്കില്ല. സോ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് എമൗണ്ട് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കണ്ടുവച്ചാൽ മതി. സോ ഈ രീതിയിൽ ബിസിനസ് സൈക്കിളിനനുസരിച്ചിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാറി മറിഞ്ഞ് വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് എടുത്ത് അത് പ്രോസസ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ മൊത്തം കഴിഞ്ഞ് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി സെല്ല് ചെയ്ത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നവരെ ഒരു പീരീഡ് ഉണ്ട് അല്ലെ. നമ്മൾ ഇന്ന് സ്റ്റോക്ക് എടുത്തു എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് അത് കസ്റ്റമറിന് കൊണ്ടുപോയി വിറ്റ് ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റില്ല. സോ ആ ഒരു ടൈം പീരീഡിന്, ആ ഒരു ഗ്യാപ്പിനെ, അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രോഡക്റ്റ് വിറ്റ് ക്യാഷ് ആയിട്ട് വരുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. കാരണം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ക്യാഷ് എടുക്കേണ്ടതായിട്ട് വരും. അതല്ല, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് സെയിലൊക്കെ നടന്ന് ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കണ്ടുവച്ചാൽ മതിയായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് മക്കളെ സീസണൽ ഫാക്ടേഴ്സ്. അതായത് ഓരോ ബിസിനസ്സിനും ചില സീസൺ ടൈമുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ അംബ്രല്ല, അതുപോലെ തന്നെ റെയിൻ കോട്ട്, അങ്ങനത്തെ ബിസിനസ് ഒക്കെ, അങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവരുടെ ഒരു പീക്ക് സീസൺ ആണ് റെയിനി സീസൺ എന്ന് പറയുന്നത് അല്ലെ. സോ അത്തരത്തില് സീസണൽ ടൈം ഉണ്ട് ഓരോ ബിസിനസ്സിനും. സോ പീക്ക് സീസൺ ആണ്. പീക്ക് സീസൺ ആവാന്ന് പറഞ്ഞാല് ആ ഒരു ബിസിനസിന്റെ സീസൺ ടൈം ആണ് ഈ സമയം എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സ്റ്റോക്ക് അവർക്ക് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരു സമയമാണ്. സോ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യേണ്ടി വരും? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സെറ്റ് ആക്കി വെക്കേണ്ടി വരും. അതല്ല നമ്മുടെ സീസൺ ടൈം അല്ല, സീസൺ ടൈം ഒക്കെ കഴിഞ്ഞു, അവിടെ ആക്ടിവിറ്റീസ് കുറവാണ്, നമ്മൾ ഒരുപാട് ബൾക്കായിട്ടൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല പ്രോഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറഞ്ഞ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്താൽ മതി? കണ്ടുവച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. സീസണൽ ഫാക്ടേഴ്സിന് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം എന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് കൂടുന്ന ഒരു സമയമാണ് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നമുക്ക് സ്റ്റോക്ക് എടുക്കണമെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ആർ റിക്വയർഡ് ഈവൻ ടു മെയിൻറ്റെയിൻ എ കൺസ്റ്റന്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി അല്ല, നമുക്ക് ഇൻഫ്ലേഷന്റെ സമയത്ത് പൊതുവെ ഒരു പൈസ കൂടുതലാണ്, പ്രൈസിങ് റേസസ് ആണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഒരു കൺസ്റ്റന്റ് ലെവലിലുള്ള പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ആവശ്യമാണ്? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അതല്ല ഇൻഫ്ലേഷൻ ഒന്നുമില്ല, നോർമൽ ടൈം ആണ് എന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സെറ്റ് ആക്കി വെക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് പ്രോസ്പെക്ട്. ഗ്രോത്ത് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ഒരുപാട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹയർ പ്രൊഡക്ഷൻ നടക്കണം, അതുപോലെ തന്നെ ഹയർ സെയിൽസ് നടക്കണം. അവർക്ക് സെയിൽസ് ടാർഗറ്റ് ഒക്കെ ഹയർ ആയിരിക്കും. സോ അത് മീറ്റ് ചെയ്യണം. പ്രൊഡക്ഷൻ നല്ല രീതിക്ക് ഒരുപാട് നടക്കണം ഹയർ ആയിട്ട് എന്നുണ്ടെങ്കിലൊക്കെ അവിടെ എന്താവശ്യമാണ്? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. കാരണം അവർക്ക് ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടുള്ള ബിസിനസ് ആണ് കേട്ടോ. സോ അത്രയും ഗ്രോത്ത് പ്രോസ്പെക്ട് ഒന്നും ഇല്ല, അതായത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, സാധാരണ ലെവലിലുള്ള ഒരു റണ്ണിങ് മാത്രമാണ് ആ ഒരു ബിസിനസ്സിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും തന്നെ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ സെറ്റ് ആക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ. നമ്മൾ മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ഹയർ ആണ്. നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് അവിടെ ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സും എന്ത് ചെയ്യണം? അവരോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യണം, പ്രൊഡക്ഷൻ ഹയർ ലെവലിൽ നടക്കണം, സെയിൽസ് ടാർഗറ്റ് ഹയർ ലെവലിൽ പോകണം. ഇതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ്? ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതല്ല നമ്മുടെ കോമ്പറ്റീഷൻ, നമ്മൾ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ ഒന്നും ഫേസ് ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭം ഒന്നും അല്ല എന്നാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആവശ്യമായി വരുന്നില്ല. ക്ലിയർ അല്ലേ? സോ ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ 8 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ എന്റർപ്രൈസ്. നമ്മുടെ 8 ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? 5 ഫാക്ടേഴ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു 5 ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. കാരണം ഇത് എങ്ങനെ നോക്കിയാലും നമ്മളൊരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആ ഒരു ലെവലിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. സോ ഈ ഒരു 2 രീതിയിൽ എസ്സേ ആയിട്ട് ചോദിച്ചാലും ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചാലും എഴുതണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റ്സ് എങ്കിലും അറിയണം. അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് തന്നെ പഠിക്കാം. എത്തരത്തിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുക, ഏത് രീതിയിൽ വരുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് കുറയുക, ഓരോ പോയിന്റിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും 5 ഫാക്ടേഴ്സ് എന്ത് ചെയ്തേക്കാം? ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ്? എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അതെന്താണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസിന്റെ സ്റ്റെപ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, നമുക്ക് എസ്സേ ആയിട്ട് ഒന്നുകിൽ സെലക്ഷൻ പ്രോസസിന്റെ സ്റ്റെപ്സ് ചോദിക്കും, അതല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് കേട്ടോ. ഇത് രണ്ടും ഒരു ചാപ്റ്ററിൽ ഉള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യനും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? ഒന്നുകിൽ സെലക്ഷൻ പ്രോസസിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. രണ്ടും 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം.
നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിന്, അതായത് ഒരു കാൻഡിഡേറ്റിന് നമ്മൾ ഒരു ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് 8 സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ മക്കളെ. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സ്ക്രീനിങ് നടത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ജോലിക്ക് ഏറ്റവും മിസ്ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ലേ, അതായത് അതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് BCom MCom ആണ്. ആ കുട്ടിക്ക് ഉള്ള പൊസസ് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ BA ആണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അബ്സല്യൂട്ട്ലി ആ ഒരു ജോലിക്ക് മിസ്ഫിറ്റ് ആണ്. അത്തരത്തിലുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ജോലിക്ക് ഒട്ടും യോജിക്കാത്ത ആളുകളെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് എന്ത്, സെലക്ഷൻ ടെസ്റ്റ്. അതായത് നമ്മുടെ കാൻഡിഡേറ്റിന്റെ ലെവൽ ഓഫ് എബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ആ ഒരു സ്റ്റേജ്, ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വെറൈറ്റി ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് മക്കളെ ഇന്റലിജന്റ് ടെസ്റ്റ്. അതിന്റെ പേരിലുള്ള പോലെ തന്നെ അല്ലെ, ആ ഒരു കാൻഡിഡേറ്റിന്റെ ലെവൽ ഓഫ് ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി ഓഫ് സെലക്ഷൻ ടെസ്റ്റുകളിൽ ആദ്യത്തെ ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. അതിന്റെ പേരിലുള്ള പോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, പുതിയ സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതായത് ഒരു ഗിവൺ സിറ്റുവേഷനിൽ അയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അയാളുടെ ഒരു പേഴ്സണാലിറ്റി, ഇമോഷൻസ് എങ്ങനെയാണ്, റിയാക്ഷൻസ് എങ്ങനെയാണ്, അയാളുടെ ഒരു മെച്ചൂരിറ്റി ലെവൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പേഴ്സണിനെ ഓൾ ടുഗെദർ അയാളുടെ ഒരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് ആണ് എന്ത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രേഡ് ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ലെവൽ ഓഫ് നോളജ് ആൻഡ് പ്രൊഫിഷ്യൻസി, അതായത് അയാളുടെ ഒരു പ്രൊഫഷനിൽ അയാൾക്ക് എത്രത്തോളം പ്രൊഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൈനലി ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. അതായത് അയാളുടെ ഒരു പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ ഏത് രീതിയിലാണ് അയാളുടെ ഒരു താല്പര്യം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ടെസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5 ടെസ്റ്റിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതൊരു 2 മാർക്കിനോ 3 മാർക്കിനോ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. സോ ആ സമയത്ത് നമുക്ക് ഇന്റലിജന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇത്രയും ടെസ്റ്റുകളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. 2 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെൻഷൻ ചെയ്താൽ മതി. സോ ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു അല്ലെ. എന്താണ്, സെലക്ഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, വെറൈറ്റി ഓഫ് അല്ലെ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഈ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ഇന്റർവ്യൂ നടക്കുന്നത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എംപ്ലോയറിന് എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മുടെ എംപ്ലോയിനെ കുറിച്ച് അറിയാനുണ്ടോ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ നടത്തുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. നേരെ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. അതായത് എംപ്ലോയേഴ്സ് എന്ത് ചോദിക്കും, നമ്മുടെ അതായത് ആ ഒരു എംപ്ലോയിനെ പരിചയമുള്ള ആളുകളുടെ പേര്, അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ ഇതൊക്കെ ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് ഇന്റർവ്യൂവിൽ കിട്ടാത്ത കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ആ ആളുകൾ ആരാവാം, നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജിലെ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ആവാം, ആരും ആവാം, അല്ലെങ്കിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസ് തലത്തിലുള്ള എംപ്ലോയേഴ്സും ആവാം. സോ നമ്മുടെ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ് നാലാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, സെലക്ഷൻ ഡിസിഷൻ. അതായത് നമ്മുടെ കാൻഡിഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ട്, ഇന്റർവ്യൂ ഓൾറെഡി പാസ്സായിട്ടുണ്ട്, അതുപോലെ തന്നെ അയാളുടെ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അതൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സെലക്ഷൻ ഡിസിഷൻ, അതായത് ഈ ഒരു 5ാമത്തെ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് വെദർ ആ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഇതൊക്കെ പാസ്സായിട്ടുള്ള ആളിനെ നമ്മൾ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ആൻഡ് മാനേജേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ലിസ്റ്റിൽ നിന്നും ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളിനെ സെലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ. അതായത് നമ്മൾ സെലക്ഷൻ ഡിസിഷനിൽ വെച്ചിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അയാളുടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തും, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അതായത് ജോലിയിലേക്ക് കയറുന്ന സമയത്ത് അയാൾ മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ?
ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ജോബ് ഓഫർ. സോ നമ്മുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പാണ് ജോബ് ഓഫർ. ഇതൊക്കെ ക്ലിയർ ചെയ്തു, മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞു, അതൊക്കെ ക്ലിയർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജോബ് ഓഫർ, അതായത് ഓഫർ ലെറ്റർ കൊടുക്കും ആപ്ലിക്കന്റിന് ഹു ഹാവ് പാസ്ഡ് ഓൾ ദ പ്രീവിയസ് ഹർഡിൽസ്. അതായത് നമ്മുടെ സെലക്ഷൻ ടെസ്റ്റുകൾ പാസ്സായി, അതുപോലെ തന്നെ റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്ക് ജോബ് ഓഫർ കൊടുക്കും. അതായത് എന്താണ് ജോബ് ഓഫർ? ജോലി ഇങ്ങനെയാണ്, നിങ്ങളുടെ പൊസിഷൻ ഇങ്ങനെയാണ്, സാലറി ഇങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ ലെറ്റർ കൊടുക്കും. അതാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മക്കളെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോബ് ഓഫർ നമ്മുടെ കാൻഡിഡേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ അത് ആ ജോബ് ഓഫറിലുള്ള കാര്യങ്ങളൊക്കെ, ഓഫർ ലെറ്ററിലുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ അയാൾ അത് താഴെ സൈൻ ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയറിന് തിരിച്ച് ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ആ തിരിച്ച് ഏൽപ്പിക്കുന്നതിലൂടെ, സൈൻ ചെയ്ത് തിരിച്ചേൽപ്പിക്കുന്നതിലൂടെ അദ്ദേഹം ആ ഒരു ജോലിന്റെ ഭാഗമാവാണ് അല്ലെ. സോ അതിനെയാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന 8 സ്റ്റെപ്പ്. ഒരിക്കലും മിസ്സാക്കരുത്. നമ്മുടെ ഒരു 8 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആണ്. സോ നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയില് ഒരു 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേയും അതുപോലെ തന്നെ ഒരു 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷ്വാ ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും മിസ്സാക്കാതെ പഠിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഷ്വാ ക്വസ്റ്റ്യൻ ആയിട്ട് ഇനി നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കാവുന്ന. താങ്ക് യു സോ മച്ച്.